ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് ചേരുവകൾ മാത്രം വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നെയ്യൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അണ്ടിപ്പരിപ്പ് ഒരു പകുതി മൂപ്പായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ ഞാനിവിടെ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ കുറച്ചൊരു കനത്തിൽ മുറിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴന്ന് അങ്ങനെ കുഴഞ്ഞു പോകരുത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കനത്തിൽ മുറിച്ചെടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞ് കിട്ടണം. പഴം ഉടയാതെ ഇതുപോലെ ഓരോ പീസായിട്ട് തന്നെ കിട്ടണം കേട്ടോ. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതേ പാനിലോട്ട് തന്നെ നമുക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് കോരി മാറ്റി വെക്കണം. തേങ്ങ ഒരുപാട് കളറ് മാറുന്നത് വരെ ഒന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത്രയും തന്നെ മതി. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ പാനിലേക്ക് തന്നെ നമുക്കൊരു 1/2 കപ്പ് റവയും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ റവ വറുത്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. കരിഞ്ഞു പോകരുത്. ഒരുപാട് അങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒന്നങ്ങ് ചൂടായി കിട്ടിയാൽ മതി. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചേക്കണം കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇളക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ പിന്നെ പെട്ടെന്ന് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കട്ടയൊക്കെ ഉടഞ്ഞ് മിക്സ് ആയിക്കോളും. ഇനി കൈയെടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആ റവയൊക്കെ ഒന്ന് വെന്ത് ഇതൊന്ന് തിക്കായിട്ട് വരും. ഇപ്പോൾ ഇത്രയും തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരണം. മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും അതുപോലെ പഴവും ഇട്ട് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ പഴം ഉടഞ്ഞു പോകരുത്. പഴം ഉടഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാനിലൊന്നും പറ്റി പിടിക്കാത്ത രീതിയിൽ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമുക്കിത് നെയ്യ് തടവിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു പുഡിംഗ് മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള പാത്രത്തിൽ തന്നെ വേണമെന്നില്ല. സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിലൊന്ന് നെയ്യ് തടവിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്പൂണിൻ്റെ ബാക്ക് സൈഡിലൊന്ന് നെയ്യ് തടവിയതിന് ശേഷം അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം മേലൊക്കെ നമുക്ക് നല്ല ലെവലായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നന്നായിട്ട് തന്നെ സെറ്റ് ആയിക്കോളും. ഇപ്പോൾ
അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്